എറണാകുളം ചോറ്റാനിക്കരയിൽ പീഡനത്തിനിരയായ പോക്സോ കേസ് അതിജീവിത മരിച്ചു. മരണം കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. പോസ്റ്റ്മോർട്ടം നാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. അതേസമയം ആൺ സുഹൃത്തിൽ നിന്നും പെൺകുട്ടി നേരിട്ടത് ക്രൂര പീഡനങ്ങളാണ്. രേഷ്മ ബാബുവും ഒപ്പം ജിജീഷ് കരുണാകരനും ചേരുകയാണ്. ആദ്യം രേഷ്മ ബാബുവിലേക്ക് എത്തുമ്പോൾ, രേഷ്മ, നമുക്കറിയാം എത്രത്തോളം ക്രൂരമായാണ് ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടത് എന്ന് അനൂപിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലായതാണ്. അയാളുടെ മൊഴിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ആക്രമണം നടന്ന വീട്ടിലെത്തി പ്രതിയെയും കൊണ്ട് തെളിവെടുപ്പ് നടത്തിയിരുന്നു. വളരെ ക്രൂരമായി തന്നെ ഭിത്തിയിൽ തല ഇടിപ്പിക്കുക, അത് മാത്രവുമല്ല ലൈംഗികമായും മാനസികമായും പെൺകുട്ടിയെ പലതവണ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. താൻ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ പോയി മരിക്കൂ എന്ന് ആക്രോശിക്കുന്ന ചില ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. പെൺകുട്ടി ആത്മഹത്യാ ശ്രമം നടത്തുകയും ഒടുവിൽ ബോധരഹിതയായപ്പോൾ അവിടെ നിന്ന് പ്രതി കടന്നു കളയുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം കടന്നു പോയതാണ്. പക്ഷേ ഇപ്പോൾ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് പോലീസ് എത്തി നിൽക്കുകയാണ്. നിലവിൽ ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഞാനിപ്പോൾ നിൽക്കുന്നത് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ്. മൃതദേഹം ഏകദേശം 15 മിനിറ്റ് മുൻപ് തന്നെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെയായിരിക്കും ഉണ്ടാകുക. ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുവാനായിട്ട് പോലീസ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് പെൺകുട്ടി ഏറ്റിരുന്നത്. വലിയ രീതിയിലുള്ള മർദ്ദനം അനൂപിന്റെ ഭാഗത്തു നിന്നും പെൺകുട്ടി നേരിട്ടിരുന്നു. അതിന്റെ തെളിവുകളടക്കം പോലീസ് ശേഖരിക്കുകയും പ്രതി തന്നെ മൊഴി നൽകിയ ഒരു സാഹചര്യം കൂടി ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനമായിട്ടും ഇതിൽ പറയേണ്ടത്, കഴിഞ്ഞ 6 ദിവസമായിട്ട് പെൺകുട്ടി ചികിത്സയിലായിരുന്നു. ജീവൻ നിലനിർത്തിയിരുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ്. മരുന്നുകളോടൊന്നും തന്നെ ആദ്യഘട്ടം മുതലേ പ്രതികരിച്ചിരുന്നില്ല. അതിനിടയിൽ തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അന്ത്യം സംഭവിച്ചത്. എന്തായാലും നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെയായിരിക്കും ഉണ്ടാകുക. ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ ആരംഭിക്കും. നിലവിൽ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മൃതശരീരം മാറ്റിയിരിക്കുകയാണ്. ഈ ശനിയാഴ്ച രാത്രിയോടുകൂടിയാണ് ഈ സംഭവം തുടങ്ങുന്നത്. അതായത് ശനിയാഴ്ച ഏകദേശം 10-11 മണിയോടുകൂടി സുഹൃത്താണ് ഈ പ്രതിയായിട്ടുള്ള അനൂപിനെ ഈ പെൺകുട്ടി താമസിച്ചിരുന്ന ചോറ്റാനിക്കരയിലെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത്. അവിടെ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന ഉടനെ മർദ്ദനം ആരംഭിക്കുകയായിരുന്നു. ചില തർക്കങ്ങൾ ആദ്യഘട്ടം മുതലേ തന്നെ ഉടലെടുത്തിരുന്നു. തുടർന്ന് പെൺകുട്ടിയെ വലിയ രീതിയിൽ പ്രതിയായിട്ടുള്ള അനൂപ് മർദ്ദിക്കുകയായിരുന്നു. ലഹരി കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തി കൂടിയാണ് ഈ അനൂപ്. അതോടൊപ്പം തന്നെ പെൺകുട്ടിയും ലഹരിക്ക് അടിമയാക്കിയിട്ടുണ്ട് എന്നാണ് പോലീസിന് നൽകിയിട്ടുള്ള വിവരം. അതുകൂടാതെ തന്നെ വലിയ രീതിയിൽ, അതായത് തല ഭിത്തിയിൽ ഇടിപ്പിച്ചും അതോടൊപ്പം തന്നെ ചുറ്റിക കൊണ്ടുമുള്ള ഒരു ആക്രമണമായിരുന്നു പ്രതി നടത്തിയിരുന്നത്. പിന്നീട് ലൈംഗികമായിട്ട് ഉള്ള ബന്ധത്തിന് ശ്രമം നടത്തുകയും ചെയ്തു. അത് വിസമ്മതിച്ചതോടുകൂടി സ്വകാര്യ ഭാഗത്തിലടക്കം മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ തന്നെ പെൺകുട്ടി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ഷോൾ ഉപയോഗിച്ച് കുരുക്ക് ഇടുകയും ചെയ്തു. ആ സമയത്താണ് ഈ അനൂപ് പറയുന്നത് പോയി ചത്തൂടെ എന്നുള്ള രീതിയിലുള്ള ഒരു ആക്രോശം പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനിടയിൽ ഈ മരണവിപ്രാളം കൊണ്ട് പെൺകുട്ടി പിടയുന്ന സമയത്താണ് കത്തി ഉപയോഗിച്ചുകൊണ്ട് ഷോൾ മുറിച്ച് താഴേക്കിടുന്നത്. മരിച്ചു എന്ന് കരുതിക്കൊണ്ടാണ് പ്രതി രക്ഷപ്പെടുന്നത്. പക്ഷേ പുലർച്ചെ പ്രതി ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞായറാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഈ അയൽവാസികളിലെ ഒരാളായിട്ടുള്ള ഒരു യുവതി ആ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് പെൺകുട്ടി അവശ നിലയിൽ കണ്ടത്. ഈ കയ്യിലെ മുറിവിൽ ഉറുമ്പരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള മാരകമായിട്ടുള്ള മുറിവുകളും ആ പെൺകുട്ടിക്ക് ഏറ്റിരുന്നു. തലയ്ക്കടക്കം മാരകമായിട്ടുള്ള മുറിവായിരുന്നു ഏറ്റിരുന്നത്. നിലവിൽ പോലീസ് ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നടപടികൾ അതിനുശേഷം നടക്കുകയും ചെയ്യും. മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ പോലീസ് എത്തി മറ്റ് നടപടിക്രമങ്ങൾ േണ്ടതുണ്ട്. നിലവിൽ തൃപ്പൂണിത്തുറ പോലീസ് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് മറ്റ് പോലീസിൻ്റെതായിട്ടുള്ള നടപടികൾ ചെയ്യുകയും ചെയ്യും. എന്തായാലും നിലവിൽ അത് പോസ്റ്റ്മോർട്ടത്തിന് ബേസ് ചെയ്ത് മാത്രം, ഡോക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് ഡിപെൻഡ് ചെയ്ത് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ബാക്കി ഇൻക്വസ്റ്റിന് ശേഷം ഇന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ ഇൻക്വസ്റ്റ് ആണ്, ഏകദേശം 1.5 മണിക്കൂർ ഇൻക്വസ്റ്റ് പ്രോസസ്സാണ്. അതിനുശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. അവിടുത്തെ മിക്കവാറും മെഡിക്കൽ കോളേജിലോട്ടാണ് പോസ്റ്റ്മോർട്ടം. മെഡിക്കൽ കോളേജിലാണ് ഫ്രീസറിലോട്ട് മാറ്റി. മാത്രം അത്രേ ഉള്ളൂ. ഡോക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ്
പോസ്റ്റ്മോർട്ടം ഇന്നുണ്ടാകില്ല എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കും, അതിനുശേഷം മോർച്ചറിയിൽ തന്നെ മൃതദേഹം സൂക്ഷിക്കും. നാളെ പോസ്റ്റ്മോർട്ടം ഉണ്ടാകും, അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്കൊക്കെ തന്നെ കടക്കുക. എന്തായാലും നാട്ടുകാരും അവിടുത്തെ ജനപ്രതിനിധികളുമാണ് ഈ പെൺകുട്ടിയെ, അതോടൊപ്പം തന്നെ പോലീസുമാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് ആദ്യം എത്തിക്കുകയും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. ആദ്യഘട്ടം മുതൽ തന്നെ അതിഗുരുതരാവസ്ഥയിലായിരുന്നു ആ പെൺകുട്ടിയുടെ നില തുടർന്നിരുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി നില വഷളാവുകയും അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. എന്തായാലും മാരകമായിട്ടുള്ള മുറിവുകൾ പ്രതിയായിട്ടുള്ള അനൂപ് ഈ പെൺകുട്ടിയുടെ ശരീരത്തിന്മേൽ ഏൽപ്പിച്ചിരുന്നു. അതുകൂടാതെ തന്നെ വലിയ രീതിയിലുള്ള ഭീഷണി പെൺകുട്ടിക്ക് അനൂപിൽ നിന്ന് ഏറ്റിരുന്നു എന്നാണ് നാട്ടുകാരടക്കം പറഞ്ഞിരുന്നത്. മാത്രമല്ല, പെൺകുട്ടിയുടെ അമ്മ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോടടക്കം പറഞ്ഞിരുന്നത് നിരന്തരം പെൺകുട്ടിയെ ഈ അനൂപ് ഉപദ്രവിക്കുമായിരുന്നു എന്നാണ്. അതായത് മകളെ കാണുന്ന സമയത്തൊക്കെ തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുറിവുകൾ ഏറ്റിരുന്നു. അതിന്റെ പരിക്കുകളുടെ അടയാളങ്ങളൊക്കെ തന്നെ വ്യക്തമായിരുന്നു. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ടായിരുന്നില്ല. മകളും അമ്മയും തമ്മിൽ ചില സ്വരച്ചേർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മകൾ ഒറ്റയ്ക്ക് താമസിക്കുക, അമ്മ മറ്റൊരിടത്തുമായിരുന്നു താമസിച്ചിരുന്നത്. അമ്മയെ പോലും പ്രതിയായിട്ടുള്ള അനൂപ് ഭീഷണിപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ ഈ അതിജീവിതയുടെ മൃതശരീരം സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം ഉണ്ടാകുക. തൃപ്പൂണിത്തുറ പോലീസ് സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളാണ് ഇനി പൂർത്തിയാക്കുവാനായിട്ടുള്ളത്. കൊലക്കുറ്റം അടക്കമുള്ള കാര്യങ്ങൾ വകുപ്പുകൾ നിലവിൽ പ്രതിക്കെതിരെ ചുമത്തുകയും ചെയ്യും. അതിന്റെ നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചുമത്തിയത് വധശ്രമം, അതോടൊപ്പം തന്നെ ബലാത്സംഗ കുറ്റമടക്കമുള്ളവയായിരുന്നു. പക്ഷേ അതിജീവിതയ്ക്ക് അന്ത്യം സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതക കുറ്റമായിരിക്കും ഇനി ചുമത്തുവാനായിട്ടുള്ളത്. നിലവിൽ റിമാൻഡിൽ തുടരുകയാണ് അനൂപ്. ഇതിൽ എടുത്തു പറയേണ്ടത് ഈ പറയുന്ന അനൂപിനെ പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കിയത് അല്ലെങ്കിൽ കൊണ്ടുവിട്ടത് ഒരു സുഹൃത്താണ്. ഈ കൊലപാതകത്തിൽ സുഹൃത്തിന് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആ ഒരു രീതിയിലേക്കും കൂടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് പറഞ്ഞത് മറ്റാർക്കും കൊലപാതകത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മർദ്ദനം ഏൽപ്പിച്ച ഒരു സംഭവത്തിൽ ഒരു പങ്കാളിത്തം ഇല്ല എന്നാണ്. പക്ഷേ കൊലപാതക കുറ്റം കൂടി ചുമത്തുന്ന ഒരു സാഹചര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും ഇനി പോലീസ് കടക്കുക. എന്തായാലും മാരകമായിട്ടുള്ള മുറിവേറ്റതും ഒപ്പം തന്നെ മരുന്നുകളോട് പ്രതികരിക്കാതിരുന്നതുമാണ് അന്ത്യത്തിലേക്ക് എത്തിച്ചത്. എന്തായാലും നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇനി നാളെ പൂർത്തീകരിക്കാനായിട്ടുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് എത്തിച്ചേർന്ന ഒരു സാഹചര്യത്തിൽ ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്യും. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പെൺകുട്ടിയുടെ മൃതശരീരം. ദേവിക. ശരി, ജിജീഷ് കരുണാകരൻ കൂടി ചേരുന്നുണ്ട്. ജിജീഷ്, ഈ ഒരു മണിക്കൂറിൽ നമുക്ക് വളരെയധികം സങ്കടത്തോടെ അല്ലാതെ ഈ ഒരു വാർത്ത പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം അത്രത്തോളം ക്രൂര പീഡനങ്ങളാണ് ആ പെൺകുട്ടി സഹിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഭിത്തിയിലേക്ക് തല ഇടിപ്പിക്കുകയും അത്രത്തോളം ക്രൂരമായി ലൈംഗികമായും മാനസികമായും എല്ലാം ആ പെൺകുട്ടിയെ അനൂപ് പീഡിപ്പിച്ചിരുന്നു. മാത്രമല്ല, അനൂപിന് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. ഈ പെൺകുട്ടിക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്ന് സംശയിച്ചുകൊണ്ട് പലതവണയായി പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മരിക്കാൻ തുനിഞ്ഞപ്പോഴെല്ലാം പോയി ചത്തുകൂടെ എന്ന് ആക്രോശിച്ച് പെൺകുട്ടിയെ വീണ്ടും വീണ്ടും ആത്മഹത്യ എന്ന ഒരു ഘട്ടത്തിലേക്ക് തള്ളിവിടുന്നൊരു സാഹചര്യം കൂടി ഇയാൾക്കുണ്ടായിരുന്നുണ്ട്. ഇപ്പോൾ കൊലക്കുറ്റം ഇയാൾക്കെതിരെ ചുമത്തുമെന്നറിയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? ദേവിക, പ്രതിക്കെതിരെ കൊലക്കുറ്റം കൂടി ചുമത്തിക്കൊണ്ട് കേസ് കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് പോലീസ് നീങ്ങുന്നത്. നേരത്തെ തന്നെ ഈ ഒരു ഇത്രയും പെൺകുട്ടി ഇത്രമാത്രം അതിക്രമത്തിന് ഇരയായതും ഒപ്പം തന്നെ ക്രൂരമായ ആക്രമണത്തിന് ഇരയായതിനെല്ലാം പിന്നിൽ യുവാവ് നടത്തിയ ആക്രമണങ്ങൾ തന്നെയാണ് എന്നത് കൃത്യമായി തന്നെ പോലീസിന് വ്യക്തമായിരുന്നു. ചോദ്യം ചെയ്യലിൽ തന്നെ താൻ എങ്ങനെയാണ് പെൺകുട്ടിയെ ഉപദ്രവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ അയാൾ തുറന്ന് പറയുകയും ചെയ്തിരുന്നു. ഇയാൾ ആദ്യം ഈ വീട്ടിലെത്തുന്നത്, ചോറ്റാനിക്കരയിലെ വീട്ടിലെത്തുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാത്രി 10 മണിക്ക് എത്തുന്നു. ഇത് അവിടെയുള്ള CCTV ദൃശ്യങ്ങളിൽ അടക്കം വന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ആണ് ഈ ഒരു സംഭവം അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ച ആക്രമണം നടക്കുന്നത്. അവിടെ വെച്ച് ഇയാൾ പറയുന്നത് താൻ ചെല്ലുമ്പോൾ മറ്റൊരു യുവാവുമായി പെൺകുട്ടി സംസാരിച്ചിരിക്കുകയാണ്. അത് പെൺകുട്ടി അയാളുമായി സംസാരിച്ചതിനെ ചൊല്ലി ഏറെ നേരം വാക്കുതർക്കം ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളെ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടായി തങ്ങൾ തമ്മിൽ. ഇതിനിടയിലാണ് താൻ പെൺകുട്ടിയുടെ മുഖത്ത് മർദ്ദിക്കുന്നതും മുഖം ചുവരിനോട് ചേർത്ത് ഇടിക്കുകയും എല്ലാം ചെയ്തത്. അങ്ങനെ വലിയ തോതിൽ മർദ്ദനം പെൺകുട്ടിക്ക് ഏറ്റിട്ടുണ്ട് എന്ന കാര്യം അയാൾ സമ്മതിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ക്രൂരമായ മർദ്ദനം തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് പെൺകുട്ടി താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാള് കഴുത്തിൽ മുറുക്കുന്നത്. അപ്പോഴും ഇയാൾ അതിനെ എതിർക്കുന്നില്ല. ചത്തൂടെ എന്ന് ചോദിച്ചുകൊണ്ട് പെൺകുട്ടിയെ അല്ലെങ്കിൽ കൂടുതൽ മാനസികമായി തളർത്താനാണ് ആ സമയത്ത് ഇയാളുടെ ഭാഗത്തു നിന്ന് പ്രതി അനൂപിന്റെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടായത്. അങ്ങനെയാണ് പെൺകുട്ടി ഷാള് കഴുത്തിൽ മുറുക്കി
തൂങ്ങുന്നത്. എന്നാൽ പെൺകുട്ടി പിടക്കുന്നത് കണ്ടതോടുകൂടി ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് ആ ഷാള് മുറിച്ച് താഴെ ഇടുകയാണ് ഇയാൾ ചെയ്തത്. ആ സമയത്ത് പോലും രക്ഷിക്കാനുള്ള യാതൊരു ശ്രമവും പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. അത് തന്നെയാണ് പോലീസ് കൊലപാതക ശ്രമത്തിനുള്ള കുറ്റമടക്കം ചുമത്തിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള തുടക്കത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണമെന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലും തന്റെ ക്രൂരമായ മർദ്ദനമേറ്റ പെൺകുട്ടി പിന്നീട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. എന്നിട്ട് ജീവൻ ബാക്കി നിൽക്കുന്ന ഘട്ടത്തിൽ പോലും ആ കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമം ഈ ഒരു പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. പെൺകുട്ടി പിടച്ചു നിൽക്കുന്നത് കണ്ടിട്ട് അയാൾ പിന്നീട് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അയാൾ പറയുന്നത് താൻ ഭയപ്പെട്ടു പോയി, ഇനി അവിടെ നിൽക്കുന്നത് കൂടുതൽ ആളുകൾ ആ സംഭവം അറിഞ്ഞ് അങ്ങോട്ട് വരുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകും, അതെല്ലാം ഭയന്നാണ് താൻ അവിടെ നിന്ന് മാറിയത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീടിന്റെ മതിൽ ചാടി കടന്നുകൊണ്ട് പിന്നീട് രക്ഷപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആദ്യമായി അല്ലെങ്കിൽ ഈ ഒരു കേസ് മാത്രമല്ല, ഈ പ്രതിക്കെതിരെ മുമ്പ് 3 ക്രിമിനൽ കേസുകളുണ്ട്. തലയോലപ്പറമ്പിലാണ് ഇയാളുടെ വീട്. ഇയാളുടെ വീടിരിക്കുന്ന തലയോലപ്പറമ്പിലടക്കം 3 കേസുകൾ നേരത്തെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ അടിപിടി കേസുകളുണ്ട്, അക്രമ കേസുകളുണ്ട്, ലഹരി കേസുകളുണ്ട്. അത്തരത്തിൽ ഉള്ള നിരവധി കേസുകളിൽ പ്രതി കൂടിയാണ്. അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ് ഈ ഒരു ക്രൂരകൃത്യം നടത്തിയത് എന്ന് കൂടിയാണ് വ്യക്തമാകുന്നത്. കൊലപാതക കുറ്റം കൂടി ചുമത്തുമ്പോൾ വീണ്ടും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസ് ഒരുങ്ങുന്നത്. ഓക്കെ.